തിരുവനന്തപുരം വർക്കലയിൽ ജ്യൂസ് കട സാമൂഹ്യ വിരുദ്ധർ കാർ കയറ്റി ഇടിച്ചു പൊളിച്ചതായി പരാതി. വർക്കല വെട്ടൂർ സ്വദേശി നിഷയുടെ കടയാണ് അജ്ഞാത വാഹനം ഇടിച്ച് തകർത്തത്. വർക്കല പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ആയിരുന്നു നിർത്തിയിട്ട് ഞാനിപ്പോൾ വീണ്ടും ഒരു മാസം ആവാറായതുള്ള തുടങ്ങിയിട്ട്. മക്കളെ കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇരിക്കുന്നത്. ഇതിന് കൂടി മക്കളും ഉണ്ട് ഇതിനകത്ത് ചെയ്യുന്നത്. ഇന്ന് വെളുപ്പിന് ഇത്രയും സാധനങ്ങൾ അവന്മാർ നഷ്ടപ്പെട്ടിട്ടാണ് പോയത്. ഇത് രാവിലെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുവന്നൊരു കേസ് കൊടുത്തായിരുന്നു. സനിസ ശോഭാചന്ദ്രൻ ചേതന്റെ വിശദാംശങ്ങൾ നൽകാനായി. സനിസ, എന്താണ് കടയുടമ പറയുന്നത്? പോലീസിന് പ്രതികളെ പറ്റി എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ദിന, ഇപ്പോൾ വർക്കല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ തിരുവനന്തപുരം വർക്കലയിൽ ഇന്ന് പുലർച്ചെയോടെ ആയിരുന്നു നിഷയുടെ കട, ജ്യൂസ് വിൽക്കുന്ന കട ഈ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള അജ്ഞാതർ ഇടിച്ച് തകർത്തത്. ഈ കടയിൽ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ്, അതുപോലെ മറ്റ് വസ്തുക്കളുമൊക്കെ, കസേര അടക്കമുള്ള മറ്റ് വസ്തുക്കളൊക്കെ ഇവർ അടിച്ച് തകർത്തിട്ടുണ്ട്. ഇത്തരത്തിൽ വാഹനം ഉപയോഗിച്ച് കടയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയാണ് ഈ കടയും മറ്റ് വസ്തുക്കളും ഒക്കെ നശിപ്പിച്ചത്. കൂടാതെ തന്നെ ഈ കുടുംബത്തിന്റെ, നിഷയുടെ കുടുംബത്തിന്റെ ആകെയുള്ള ഒരു ഉപജീവന മാർഗമാണ് ഈ കട. ഈ കടയിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്നാണ് കുട്ടികളുടെ പഠനം, മറ്റ് വീട്ടുകാര്യങ്ങളും ഒക്കെ നടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അറിയാത്ത അജ്ഞാതരായിട്ടുള്ള ചിലർ ഈ കട ഇടിച്ച് തകർത്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന ഒരു അവസ്ഥയിലാണ് നിഷയും കുടുംബവും ഉള്ളത്. ഈ അജ്ഞാതരെ, ഈ സാമൂഹ്യ വിരുദ്ധരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി നൽകണമെന്നാണ് നിഷ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ന് പുലർച്ചെയോടെ ആയിരുന്നു ഈ സംഭവം. കട പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. കടയിലെ മറ്റ് ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും തകർത്തിട്ടുണ്ട്. ഷീന. ശരി സനിസ, ഏതായാലും പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സനിസ ശോഭാചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.